നമസ്കാരം, ഞാൻ ഷൈജു ആദപ്പള്ളി. വിശപ്പിന്റെ വിളി ഈ ലോകത്ത് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഒരു വിളിയാ അല്ലെ? വേറെ എന്ത് സഹിക്കാം അല്ലെ? പക്ഷേ വിശപ്പിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല, ഭക്ഷണമല്ല. ഇത് ഇത് കണ്ടില്ലേ എത്ര മനോഹരമായിട്ട്. അതായത് ഇത് ഏത് മാസമാണ്? ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസം എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു മാസമാണ്. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും അതുപോലെ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം എല്ലാം ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് നമ്മുടെ എറണാകുളം പട്ടണത്തിലും വഴിയരികിലും തെരുവിലൊക്കെ കിടക്കുന്ന അനാഥര്, നിരാലംബരായിട്ടുള്ള ആ മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണപ്പൊതികൾ കൈമാറുമ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ട് ഹൈജീനായിട്ടാണ് എല്ലാ കാര്യം ചെയ്തിരിക്കുന്നത്. കണ്ടെയ്നർ പാക്കറ്റുകളാണ്. അപ്പൊ വേസ്റ്റിന്റെ പ്രശ്നങ്ങൾ അവിടെ ഇല്ല. അപ്പൊ ഒരു സോഷ്യൽ അപ്പൊ പ്ലാസ്റ്റിക് ഇതെല്ലാം വലിച്ചെറിയുമ്പോൾ അതൊത്തൊരു പ്രശ്നം. പക്ഷെ ഇത് വളരെ ഹൈജീനായിട്ട് ഇതിപ്പോ സ്ക്രാപ്പുകാർ പറക്കി കൊണ്ടുപോകും. പിന്നെ നമ്മള് ജാസ് അജായൻ കിച്ചൺ, സെയിന്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി, ജനമൈത്രി പോലീസ് എറണാകുളം നോർത്ത് വിനോദ് സാറ് അവിടെ വരും. അപ്പോൾ സംയുക്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ സെയിന്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ വെൽ വിഷേഴ്സ് ആൻഡ് അടിയന്തരങ്ങൾ, ജന്മദിനം, ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, ഉപകാരസ്മരണ, അങ്ങനെ സൽകൃത്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം മനുഷ്യന്റെ കഴിവും നേട്ടമൊന്നുമല്ല, നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് കൃതജ്ഞയുള്ള മനുഷ്യര് ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം, അതായത് ബൈബിളിൽ ഒരു വചനമുണ്ട്, മത്തായി 25:40, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യന്റെ കഴിവല്ല. അപ്പോ ദൈവത്തിന് പ്രത്യുപകാരം കിട്ടിയതിനൊരു കൃതജ്ഞത കൊടുക്കുന്നതിന്റെ ഒരു മനോഭാവത്താണ്. നമുക്കൊരിക്കലും ദൈവം തരുന്നതിന് തിരിച്ചു പകരം കൊടുക്കാൻ നമുക്കൊന്നുമില്ല. പക്ഷെ ഇല്ലായ്മയിൽ നിന്നുള്ള സുമനസ്സുകളുടെ സഹായമാണ് ഈ പ്രകാരം ഈ പ്രവൃത്തി ചെയ്യാൻ വിശപ്പിന്റെ വിളി ഇന്നത്തേക്കുള്ള ഈ ഓഗസ്റ്റ് മാസത്തെ ഈ ഭക്ഷണ വിതരണ ശുശ്രൂഷ. അതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയും, അവരെ നന്ദി പറഞ്ഞാൽ തീരുന്ന വാക്കുകളല്ല. കാരണം ആ സ്വീകരിക്കുന്ന പാവത്തങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ബ്ലെസ്സിങ് ഞങ്ങൾ നേരിട്ട് കാണുന്ന ദൈവം മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ. അപ്പൊ അത് അവർക്ക് ഫീൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് ദൈവം 10 മടങ്ങായിട്ട് തിരിച്ചു തരട്ടെ. ജോളി ഷൈജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ ജോളിയും ഷീലയും എല്ലാവരും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് അല്ലെ, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ ദിവസം ഒരുക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ വളരെ പ്രാർത്ഥിച്ച് ഒരുക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ നൂറുകണക്കിന് പാക്കറ്റുകളും ഒരു മാസം 700 തൊട്ട് 1000 പാക്കറ്റുകൾ വരെ ഇതുപോലെ പല സെക്ഷനായിട്ട് തെരുവിലും അനാഥ മന്ദിരത്തിലൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 10-60,000-ത്തിലധികം കരങ്ങളിലേക്ക് ഈ 4 വർഷം കൊണ്ട് ഭക്ഷണപ്പൊതികൾ പല രീതിയിൽ എത്തിച്ചേർക്കാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലൊന്നുമില്ല, ദൈവത്തിന്റെ അനുഗ്രഹവും സുമനസ്സുകളുടെ നന്മയുമാണ്. അതെന്നും നിലനിൽക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.